ഹായ്. ഇന്ന് രേണു സുധിയുടെ ഒരു പള്ളിയുടെ അച്ഛനുണ്ടല്ലോ, അവരുടെ ബിഷപ്പ്. അപ്പോൾ അവര് ഒരു വീഡിയോ അല്ലെങ്കിൽ അവരൊരു വീഡിയോ ഞാൻ കാണാനിടയായി. മുമ്പ് വസ്തുവൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു അച്ഛനാണ്. ഈ ഒരു അച്ഛൻ അന്നത്തെ സമയത്ത് കിച്ചുവിനും റിതപ്പനുമാണ് ഈ ഒരു വീട് ഞാൻ കൊടുക്കുള്ളൂ, രേണുവിന്റെ ഫാമിലിക്കോ ഇത് ഞാൻ എഴുതി കൊടുക്കില്ല എന്നൊക്കെ വന്ന് ഇഷ്ടം പോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ കാണുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങൾ അത് ഭയങ്കരമായിട്ടൊരു ഗുണ്ടകൾ സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനത് കേൾപ്പിക്കാം നിങ്ങൾക്ക്. രാഹുൽ ദാസ്, ഞാൻ ഹിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? എനിക്കൊരു ഗുണ്ടായിട്ടുള്ള ഒരു ആളിങ്ങനെ പറയും പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം കുറച്ച് നാൾ മുൻപ് രേണുവിനെ കുറ്റപ്പെടുത്തിയിരുന്നു. ഈ ബിഷപ്പ് കുറ്റപ്പെടുത്തിയില്ല എന്നൊന്നും പറയണ്ട, കാരണം കുറ്റപ്പെടുത്തിയിരുന്നു. ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ കിച്ചുവിനെതിരായിട്ട് ഈ ബിഷപ്പ് വന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ്. ഈ എന്താണ് ഇങ്ങനെ ഇത്രയധികം മോശമായിട്ട് അല്ലെങ്കിൽ കിച്ചുവിനെതിരായിട്ട് ഈ നാട്ടുകാരും അല്ലെങ്കിൽ ഈ ബിഷപ്പ് അടക്കം ഇറങ്ങും എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല. കാരണം അത് മാറ്റുക പോലും ചെയ്യരുത് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നുള്ളത്. ഈ വീടും അല്ലെങ്കിൽ ഈ വീട് എഴുതി കൊടുക്കും എന്ന് പറഞ്ഞിരുന്ന ഈ ബിഷപ്പ് തന്നെ വീണ്ടും കിച്ചുവിനെതിരെയായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എന്തിനാണ് ഇത്രയധികം വൈരാഗ്യം? ഒരു ദൈവിക പുരുഷനാണ്, അതായത് ഒരു പള്ളിയിൽ അച്ഛനെന്നൊക്കെ പറയുമ്പോൾ വളരെ സമാധാനപരമായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. മൈൽ സ്റ്റോൺ സ്ട്രീം ഓണിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ കിച്ചുവിൻ്റെ കാര്യം, അത് കിച്ചു എന്ന് എടുത്ത് പറയുന്നില്ല, വീണ്ടും അത് അവർ പറയുന്നത് പോലെ, രേണു സുധി പറയുന്നത് പോലെ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തി വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിക്കാണ് ഇവരൊക്കെയും പറയുന്നത്. ഇവരുടെ കയ്യിലൊക്കെയും തെളിവുകളുണ്ട്, കാരണങ്ങളുണ്ട്, അതെല്ലാം നിരത്തി കളയും. പിന്നെ പോലീസുകാർ ഇവരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, വീട്ടുകാരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, താങ്കളൊരു പള്ളിയിൽ അച്ഛനായിട്ട് ഇരുന്നിട്ട് ഇത്രയധികം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് നിങ്ങൾ ഒരു ചാനലിന് മുമ്പിലായിട്ട് വരരുത്. നമ്മുടെ ഫാമിലിയിലും ഈ പള്ളിപരമായിട്ട് നിൽക്കുന്ന കുറച്ചു പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെയും സംസാരിക്കുന്നത് വളരെ മാന്യമായിട്ടും ശാന്തമായിട്ടുമാണ്. കാരണം അവർ എന്തെങ്കിലും ഒരു വിഷയം വന്നു എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ വഴക്കോ വക്കാണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും അവർ നിങ്ങളെപ്പോലെയല്ല സംസാരിക്കുന്നത്, ഗുണ്ടകളെ പോലെയല്ല സംസാരിക്കുന്നത്. അവർ വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളും അതേ രീതിക്ക് ഒന്ന് സംസാരിച്ചാൽ വളരെയധികം നന്നായിരിക്കും. ബാക്കി വോയിസ് കൂടെ കേൾക്കാം. രാഹുൽദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന, ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. രാഹുൽദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട, ആരും നല്ലതാകണം ശ്രദ്ധിക്കേണ്ട. ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യേണ്ട. രാഹുൽദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. ഈ കിച്ചു എന്ന് പറയുന്ന രാഹുൽദാസ് മുൻപ് ഒരു വീഡിയോ ഒക്കെ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെതിരെ ചിലപ്പോൾ പീഡന കേസ് വന്നേക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിച്ചേക്കാം എന്ന രീതിക്ക് അവൻ പഴയ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതായിരിക്കുമോ അവരുടെ കയ്യിലുള്ളത് എന്നുള്ള കാര്യം വ്യക്തമല്ല. കാരണം കിച്ചു പഠിച്ച് നല്ലൊരു ജോലി കിട്ടട്ടെ, ഇതിൽ അച്ഛനും പറയുന്നുണ്ട് പഠിച്ചൊരു ജോലി വാങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. അവൻ പഠിച്ച് ജോലി വാങ്ങട്ടെ, ഓക്കെ. പക്ഷേ അവൻ ഇപ്പോൾ അവൻ്റെ യൂട്യൂബ് ചാനലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ്, ഇപ്പോൾ ടീഷർട്ട് ബ്രാൻഡിങ് എന്നോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെയൊക്കെ അവൻ സമ്പാദിക്കുന്നുണ്ട്. അല്ലാതെ ഇത്രയധികം മോശം പറയാനായിട്ട് എന്തിരിക്കുന്നു എന്നറിയില്ല. കാരണം ആദ്യം രേണു പറഞ്ഞു, അതിനുശേഷം എന്തോന്നാ അയാളെ പേര് മറന്നുപോയല്ലോ, അൻഷാദ് പാല, അയാൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചുവിനെതിരായിട്ട്. ഇപ്പോൾ അത് ബിഷപ്പ് വന്ന് പറയുന്നു. അല്ലെങ്കിൽ വല്ലതും പറയാനുണ്ടെങ്കിൽ ഒന്ന് നേരെ ചെവി പറയുക. ഇങ്ങനെ അവനെ പറ്റി അറിയാം, അവന് കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവൻ മോശമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് വെച്ച് നിർത്തിയിട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഒരുമാതിരി കുത്തി ഇങ്ങനെ പറയണ്ട. അവനൊരുമാതിരി ഭീഷണിപ്പെടുത്തി നിർത്തും പോലെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അത് തീർക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവരൊക്കെയും ഈ സോഷ്യൽ മീഡിയയിൽ ഇവരെയൊക്കെ എടുത്ത് പറയുന്നത് തന്നെ ഇവരുടെ വീട്ടിലുള്ള നടക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കായിട്ട് വന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിലും അച്ഛൻ പറയുന്നുണ്ട്, കിച്ചു ആ സബ്സ്ക്രിപ്ഷന്റെ കാര്യം ലൈവിൽ രേണു കാണിച്ച കാര്യം ഇവിടെ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പാടില്ലായിരുന്നു എന്ന്. എനിക്ക് തിരിച്ചങ്ങോട്ട് ചോദിക്കാമല്ലോ, എങ്കിൽ പിന്നെ എന്തിനാണ് രേണു വീഡിയോ ഇട്ടത്? ഞാൻ 18 വയസ്സ് വരെ നോക്കിയ ഒരു മകനുണ്ട്, അവൻ ഇതുവരെ വന്ന് കണ്ടില്ല എന്ന്. എങ്കിൽ അവനെ വിളിച്ച് നേരിട്ട് ഫോണിൽ പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാണ് വീണ്ടും പബ്ലിക്കായിട്ട് അത് പറഞ്ഞത്? അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. രേണു പറഞ്ഞത് കൊണ്ടാണല്ലോ കിച്ചുവും പറഞ്ഞത്.
ബാക്കി വോയിസ് കൂടെ കേൾക്കാം. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം അങ്ങനെ തന്നെ കൊടുത്തോളൂ. ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്, വേണമെങ്കിൽ ഇവിടെ ഒന്ന് ജീവിക്കാം. ആയിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യാം. ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായി. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. അവൻ അവന്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. ഈ മാടപ്പള്ളിയോ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ ആ വസ്തുവും ആ പ്രോപ്പർട്ടിയും അയാളുടേതാണെന്ന് പറയുന്നുണ്ട് ബിഷപ്പ്. അപ്പോൾ രേണുവിന്റെ ഫാമിലിക്കായിട്ട് ദാനം കൊടുത്തതാണ് ഇയാൾ ബിഷപ്പ്. ഈ ദാനം കൊടുത്തത് ഇപ്പോഴും ഇയാളുടെ വസ്തുവാണെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഇരിക്കുന്നത്. ദാനം കൊടുത്തത് തന്നെയാണ്. അത് ബാക്ക് പുറകെ നടന്ന ആരും ഇതെന്റേതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. അവരുടെ ഫാമിലി വിഷയം ചിലപ്പോൾ അവിടെ വഴക്ക് നടക്കുമായിരിക്കും, അടി നടക്കുമായിരിക്കും. ഇയാളെ വസ്തു ആയതുകൊണ്ട് അവിടെ വഴക്കോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ അല്ലെങ്കിൽ വേറൊരു സംഭവം നടത്തിക്കൂടാന്നുണ്ടോ? ഇയാളെ വസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് എങ്കിൽ തിരിച്ചെഴുതി മേടിക്കണമായിരുന്നു. ഇയാൾ വസ്തുവും കൊടുത്തിട്ട് പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെ അവരുടെ മകനാണല്ലോ, സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ മൂത്ത മകനാണല്ലോ ഇത്. അവന് വേണമെങ്കിൽ ഒരു റൂം കൊടുക്കും, അവിടെ വന്ന് താമസിക്കാന്ന്. ഈ താമസിക്കാൻ അവനവിടെ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുഖം വെച്ച് അവന് അവിടെ ജീവിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ അവൻ മാറി താമസിക്കുന്നത്. ഇതൊക്കെ അച്ഛൻ അവരെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി, പള്ളിയിൽ അച്ഛൻ ആരും ആയിക്കോട്ടെ, ഏത് സഭയിലോ ഏത് മണ്ണാങ്കട്ട ആയിക്കോട്ടെ, പക്ഷേ ആ ഒരു വ്യക്തി ഇങ്ങനത്തെ രീതിക്കൊന്നും സംസാരിക്കാൻ പാടില്ല ഒരിക്കലും. ഒരു ദാനം കൊടുത്ത വസ്തു അത് ദാനം കൊടുത്തത് തന്നെ ആയിരിക്കണം. പിന്നെയും അത് തൂങ്ങിപ്പിടിച്ച് തൻ്റെ വസ്തുവാണ്, അവിടെ വേറൊരാൾക്ക് അവകാശമില്ല എന്ന രീതിക്ക് നിൽക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാതിരിക്കണമായിരുന്നു. അല്ലെങ്കിൽ രേണുവിൻ്റെ അടുത്ത് എഴുതി ഇറങ്ങിപ്പോകാൻ പറയണമായിരുന്നു, രേണുവിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ബാക്കി വോയിസ് കൂടെ കേൾക്കാം. മരിച്ചാൽ പോലും എന്നെ നീ കാണാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇപ്പൊ വളരെ ഡിപ്രഷനിലൂടെ പോകുന്നത്. അത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒരു അമ്മയും മകനും ആണെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിലൂടെ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ ഒരു അവസരമാവുകയല്ലേ ഉള്ളൂ. നമ്മൾ മലർന്നു കിടന്ന് ഉപ്പുന്ന പോലൊരു അനുഭവം ആ കൊച്ചു പയ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നു. ഇത്രയും നാള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കൂടി, അല്ലെങ്കിൽ പെട്ടെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇത്തരത്തിലൊരു അസുഖമാണ് എന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു? ദുഃഖമാണ്. കാരണം എന്റെ പിതാവ് ഒരു ക്യാൻസർ രോഗം വന്ന് അങ്ങനെയാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. എനിക്ക് ആ രോഗത്തിന്റെ തീവ്രമായ വേദനകള്, അതിന്റെ അനുഭവങ്ങളൊക്കെയും എനിക്ക് നല്ലതുപോലെ അറിയാം. ആ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനുഭവങ്ങൾ ഞാൻ ഇപ്പോഴും കാണുന്നു. ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. രേണുസുതിക്ക് ഈ രോഗമുണ്ടെന്ന് കേട്ടപ്പോൾ ഹൃദയത്തിൽ വളരെ ദുഃഖമാണ്. ആർക്കും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു രോഗമാണല്ലോ വന്നിരിക്കുന്ന രോഗം എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. കിച്ചു മാത്രമാണോ ഈ മലർന്നു കിടന്ന് തുപ്പുന്നത്? ഈ രേണുസുതി ചെയ്തിട്ടുള്ളതൊന്നും ഈ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി കണ്ടിട്ടില്ലായിരുന്നില്ലേ? ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തി മാത്രം ചെയ്തത് മാത്രമാണ് ഇപ്പോൾ പൊക്കി പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രോഗാവസ്ഥ വന്നപ്പോൾ രേണു എന്താ നല്ലവളായോ? രോഗാവസ്ഥ വന്നെന്ന് കരുതി രേണു ഒരിക്കലും നല്ല സ്വഭാവത്തിന് ഉടമയെന്നൊന്നും അവകാശപ്പെടാനില്ല. രേണു തന്നെയാണ് ഇതിനുള്ള എല്ലാ വഴികളും തുറന്നിട്ടത്. രേണു തന്നെയാണ്, അതിൽ ആർക്കും മാറ്റമില്ല. ഈ ബിഷപ്പ് അടക്കം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് രേണുവിനെ. എന്നിട്ട് ഇപ്പോൾ വന്ന് നല്ല പിള്ള ചമയുകയാണ്. എല്ലാവരും കണ്ടു കാണുമല്ലോ വീഡിയോസൊക്കെ. എല്ലാവരും ഓരോ വെടിക്കുള്ളതുണ്ട്, ഈ ബിഷപ്പ് അടക്കം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് ഒരിക്കലും ബിഷപ്പുമാർക്ക് ചേർന്ന പണിയല്ല. ഇങ്ങനെ വന്നിരുന്ന് കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട്, അതൊക്കെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷേ ഒരു ഗുണ്ടകളെ പോലെ അല്ലെങ്കിൽ ഭയങ്കര ഒരു അടിക്കാൻ പോകുന്നത് പോലെയൊക്കെ ഒരാളെ സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊക്കെ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ യേശുമായുള്ളൊരു അടുപ്പത്തിലും ഒക്കെ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാറില്ല. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു സമാധാനവും ആ ഒരു ചിട്ടവട്ടങ്ങളാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ ഇത്ര അധികം നിങ്ങൾക്ക് ദേഷ്യം വരാൻ എന്താണ് കാരണം? നമ്മുടെ ഫാമിലിയിലും ഉണ്ട്, പാസ്റ്റർമാരടക്കം ഞങ്ങളുടെ ഫാമിലിയിലും ഉണ്ട്. നമ്മളും കാണുന്നവരാണ്. അവരെന്തൊക്കെ പ്രശ്നം വന്നാൽ, ഇനി ഒരുത്ത കുത്താൻ വന്നാൽ പോലും ഇവർ വളരെ ശാന്ത സ്വഭാവത്തിലാണ് നിൽക്കുന്നത്, എത്ര വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും. എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു തിളച്ച് മറിയുമ്പോഴത്തെ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ വരുന്നത്? കിച്ചുവിനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കുക. അല്ലാതെ വന്ന് ഡെയിലി ഓരോരുത്തരായിട്ട് കിച്ചുവിനെതിരായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ രാഹുൽ ദാസിനെതിരായിട്ട് വന്ന് സംസാരിക്കാനായിട്ട് നിൽക്കരുത്.
രോഗം വന്നതോടെ രേണുസുതി നല്ലവളായി, ബാക്കി എല്ലാവരും മോശക്കാര്. അത് അങ്ങനത്തെ ഒരു രീതിയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ അതല്ല സത്യം. ബാക്കി കൂടെ മുന്നിലെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം പിന്നിലേക്ക് കാര്യങ്ങൾ പറയാനായിട്ട്. ക്യാൻസർ വന്നെന്ന് കരുതി ഞാൻ ക്യാൻസർ വന്നെന്ന് കരുതി അവരെ മോശം പറയുന്നതെന്നല്ല, പക്ഷെ അവരെ സ്വഭാവം വെച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ അച്ഛനും ക്യാൻസർ വന്നാണ് മരിച്ചത്. ക്യാൻസർ എന്നൊരു രോഗം എത്രത്തോളം ഉണ്ടെന്നും ആ വേദനകളൊക്കെ ഞങ്ങൾ അനുഭവിച്ചതാണ്. ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പൊതു ഇടങ്ങളിൽ വന്ന് സംസാരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി. നിങ്ങൾ കുറച്ചുകൂടെ സമാധാനപരമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.